ആന ഒരാളെ ചവിട്ടിക്കൊല്ലുവാണ്. അവിടെ ഒരു ചികിത്സാ സൗകര്യം പോലും ഇല്ല വയനാട്ടിൽ. സ്വാഭാവികമായ പ്രതിഷേധമാണ്. ആ വന്യജീവി വരും, അവർക്ക് വേണ്ടി ഈ ആളുകളെ മുഴുവൻ വിട്ടുകൊടുക്കുകയാണ്. ഒരു സ്കീം വേണ്ടേ? ഡൽഹിയിലെ മോഡിയും ഇവിടുത്തെ പിണറായി വിജയനും ഒരുപോലെയാണ്. ഈ വയനാട് MP ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ മാത്രമാണ് ലോക്സഭയിൽ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ അവിടെ കാര്യമായി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് MP-ക്ക് ഇപ്പോൾ പാലക്കാട് MP ഇവിടെ ഇരിക്കുന്നുണ്ട്, ചിറ്റൂർ MP-ക്ക് ഇവിടെ ഇരിക്കുന്നു, MP-മാരാണോ വന്യജീവി ആക്രമണത്തെ നേരിടേണ്ടത്? ആണോ? ഗവൺമെൻറ്റാണ്, വനം വകുപ്പാണ് MP-മാരാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂവിയാണ്. MP-മാർ ഇപ്പോൾ രമ്യ ഹരിദാസും ശ്രീകണ്ഠനും രാഹുൽ ഗാന്ധിയാണ് ആന കാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരിടുന്നത്. അത് സ്റ്റേറ്റിൻ്റെ ഫോഴ്സാണ് അതിന് ചെയ്യേണ്ടത്. ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരില്ലേ? എത്രാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്? ആ മന്ത്രിയുടെ മറുപടി നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് വന്യജീവികൾ ഇറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത്. MP-മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്, MLA-മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അല്ല, അതിപ്പോൾ ഈ ഡൽഹിയിലെ മോഡിയും ഇവിടുത്തെ പിണറായി വിജയനും ഒരുപോലെയാണ്. ആരും സമരം ചെയ്യാൻ പാടില്ലല്ലോ കേരളത്തിലും ഡൽഹിയിലൊന്നും. കാരണം ഏകാധിപതികളാണല്ലോ ഇവരെ അവരോട് സമരം ചെയ്യാനെന്നാണ് അവരുടെ ധാരണ. അത് ശരിയല്ല. ഇതൊക്കെ ഞങ്ങളിത് നിയമസഭയിൽ തന്നെ മുൻകൂട്ടി പറഞ്ഞു, വൈകാരികമായ പ്രതികരണം ഉണ്ടാവും. മനുഷ്യൻ്റെ മരണഭീതിയിൽ നിന്നാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. ഭയന്നിട്ടാണ് ഇറങ്ങുന്നത്. അല്ലാതെ അവർ മാവോയിസ്റ്റുകളോ തീവ്രവാദികളോ ഒന്നും ആക്കി നിങ്ങളവരെ ചിത്രീകരിക്കണ്ട. ഇതൊക്കെ സ്വാഭാവികമായ പ്രതികരണമാണ്. പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുതി ജീവിക്കുന്ന മനുഷ്യരാണ്. സങ്കടങ്ങൾ മാത്രം ബാക്കിയുള്ള ഇവിടെ ഇപ്പോൾ എത്ര പേര് വന്ന് വിതുമ്പി ഇവിടെ വന്ന് സങ്കടങ്ങൾ പറഞ്ഞു. ഞങ്ങളിത് കാസർഗോഡ് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വന്യാതിർത്തിയിൽ ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് ആന ചവിട്ടിക്കൊന്ന ജസ്റ്റിൻ്റെ ഭാര്യയാണ്. ഭാര്യയും ഭർത്താവും കൂടി പള്ളിയിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ആന ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ചവിട്ടിക്കൊല്ലുവാണ്. ആ ഭാര്യയാണ് ഞങ്ങളോട് ആദ്യം വന്ന് സംസാരിച്ചത്. പിന്നെ പന്നിക്കൂട്ടം മുഴുവൻ വാഴക്കൃഷിയും നശിപ്പിച്ചു. ₹1 പോലും സർക്കാർ 5000 വാഴ കടം മേടിച്ച് വെച്ച ഒരാൾ ജോസ് ₹1 പോലും നഷ്ടപരിഹാരം കൊടുത്തില്ല. 5000 വാഴ നശിച്ചു. അയാൾ ആത്മഹത്യ ചെയ്തു. അയാളുടെ ഭാര്യയാണ് രണ്ടാമത് വന്നത്. എത്രയോ മനുഷ്യരുടെ സങ്കടമാണ്. ഇന്നലെ ഉണ്ടായിരുന്നു പോത്തുകല്ലിൽ ഉണ്ടായ സംഭവങ്ങൾ. അപ്പം ഇത് ആവർത്തിക്കപ്പെടുകയാണ് കേരളത്തിൽ. ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ് ഇങ്ങനെ നിഷ്ക്രിയമായിരുന്നാലോ? അപ്പോൾ ആളുകൾ പ്രതികരിക്കില്ലേ? നമ്മളിപ്പോൾ ആദ്യം കേരളത്തിൽ തന്നെ ഒരു പ്രമേയം പാസ്സാക്കി ഞങ്ങൾ ആ പ്രമേയത്തിന് പിന്തുണ കൊടുത്തു. ഇനി ഇപ്പോൾ ദേശീയ തലത്തിൽ അതൊരു വലിയ വിഷയമായി കൊണ്ടുവരണം. ഞാൻ കോൺഗ്രസ് നേതൃത്വത്തോടും ഞങ്ങൾ ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാനിഫെസ്റ്റോയിലും മറ്റു കാര്യങ്ങളിലും വരികയും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ MP-മാരും ആ കാര്യത്തിൽ വളരെ പ്രൈവറ്റ് മെമ്പർ വില്യം കൊടുത്തിട്ടുണ്ട്. ആനിമൽ കോൺഫ്ലിക്ട്സ് ആക്ട് മാറ്റണം ആക്ട് സ്വകാര്യ ബില്ല് ശ്രീലങ്കൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുമാത്രം പോരല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? ഇങ്ങനെ മനുഷ്യൻ വന്യജീവി വരും, അവർക്ക് വേണ്ടി ഈ ആളുകളെ മുഴുവൻ വിട്ടുകൊടുക്കുകയാണ്. ഒരു സ്കീം വേണ്ടേ? പണ്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആക്റ്റീവ് ആയിരുന്നല്ലോ. ഇത്രയും നിഷ്ക്രിയത്വം ഈ വനം വകുപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, MLA-മാർക്കെതിരെ എന്ത് പ്രതിഷേധം? അത് വെറുതെ വേറെ വല്ലവരും പറഞ്ഞായിരിക്കും. MLA-ക്ക് എന്ത് ചെയ്യാണ്? MLA-മാരൊക്കെ ഫുൾ ടൈം നിൽക്കുക. സിദ്ദിഖാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. IC ബാലകൃഷ്ണൻ ഇതിനു മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് വനം മന്ത്രി ചോദിച്ചത്, ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ചോദിച്ച വനം മന്ത്രിയുള്ള നാടാണ് നമ്മുടേത്. MLA-മാർക്ക് ഇത് നിയമസഭയിലും പുറത്തും വന്ന് പറയാനും ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ പ്രതിപക്ഷ MLA-മാരല്ലേ. അത് അവരുടെ നേരെയൊന്നും സംഘർഷത്തിന് പോയിട്ടൊന്നും കാര്യം. പിന്നെ ആളുകൾ ജനപ്രതിനിധികളെ കാണുമ്പോൾ ഇപ്പം ഞാൻ ചെന്നാലും എന്നോട് പ്രതികരിക്കും. അത് ജനപ്രതിനിധികളെയും നേതാക്കളെയും കാണുമ്പോൾ സങ്കടം പറയും ആളുകൾ. അതിനെന്താ കുഴപ്പം? ഇതുപോലെ തന്നെയാണ് തീരപ്രദേശത്ത് ചെല്ലുമ്പോൾ ആളുകൾ
വൈകാരികമായി പ്രതികരിക്കും. അത് അവരുടെ ജീവിത പശ്ചാത്തലമാണ്. ആര് എന്നാലും പ്രതികരിക്കും അവർ. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുമ്പോൾ ഒരു ചൂടാവും. കാരണം നിങ്ങളിത് കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത്. അത് വൈകാരികമായ പ്രതികരണം. അതിന് അവരുടെ മെക്കിട്ട് കയറാൻ പോലീസിൽ നിന്ന് അയക്കേണ്ട ആവശ്യമില്ല. അവരെ സമാധാനിപ്പിച്ച് നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യണം. കഴിഞ്ഞ ആ വയനാട് കളക്ടർക്ക് എത്ര നേരം കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് വല്ല അറിയോ? എത്ര സമയം കഴിഞ്ഞിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ടായില്ല. ജനങ്ങളിങ്ങനെ വയലൻ്റായി നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഒതുക്കി ഈ MLA തന്നെയാണ് അവരെ സാന്ത്വനിപ്പിച്ച് എല്ലാം ചെയ്തത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുന്നതിന് മുമ്പ് അടുത്ത ഒരാളെ ചവിട്ടിക്കൊല്ലുവാണ്. അവിടെ ഒരു ചികിത്സാ സൗകര്യം പോലും ഇല്ല വയനാട്ടിൽ. സ്വാഭാവികമായ പ്രതിഷേധമാണ്.